LDFനും UDFനുമെതിരായി കേരളത്തിലെ രണ്ട് മുന്നണികൾക്കും വിരുദ്ധമായി ചിന്തിക്കുന്ന എല്ലാവരെയും ഒരുമിച്ച് അണിനിരത്താൻ സാധിച്ചു എന്നുള്ളതാണ് ഈ പ്രാവശ്യം ഞങ്ങൾക്ക് കേരളത്തിലുടനീളം ഉണ്ടായിട്ടുള്ള വിജയത്തിൻ്റെ അടിസ്ഥാനമാണ്. ഒരു വികസിത കേരളം എന്നുള്ള ഞങ്ങളുടെ ആശയത്തിന് കേരളത്തിൽ സ്വീകാര്യതയുണ്ട്. കേരളത്തിലെ നിഷ്പക്ഷമായിട്ടുള്ള വോട്ടർ സമൂഹം അതിനെ സ്വീകരിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം സൂചിപ്പിക്കുന്നത്. തിരുവനന്തപുരം നഗരസഭയിൽ LDFൻ്റെ പതിറ്റാണ്ടുകളായിട്ടുള്ള കുത്തകയാണ് ഞങ്ങൾ ഈ പ്രാവശ്യം തകർത്തിട്ടുള്ളത്. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ തിരുവനന്തപുരത്ത് BJPയെയും NDAയെയും വെല്ലുവിളിച്ചിട്ടുള്ളതാണ്. ഒരു ഡസൻ മന്ത്രിമാർ LDFന് വേണ്ടി അവിടെ പ്രചരണ രംഗത്തുണ്ടായിരുന്നു. ആവർത്തിച്ച് ഞങ്ങളെ വെല്ലുവിളിച്ചപ്പോഴെല്ലാം ഞങ്ങൾ കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞത് തലസ്ഥാന നഗരിയുടെ വികസനം ആഗ്രഹിക്കുന്ന എല്ലാവരും ദേശീയ ജനാധിപത്യ സഖ്യത്തോടൊപ്പം ഉണ്ടാകുമെന്നാണ്. അത് അക്ഷരം പ്രതി അന്വർത്ഥമാക്കിയിട്ടുള്ള ഫലമാണ് തലസ്ഥാന നഗരിയിലുണ്ടായത്. മാത്രമല്ല കേരളത്തിൽ CPMൻ്റെ പരമ്പരാഗതമായിട്ടുള്ള ഒരുപാട് ശക്തി കേന്ദ്രങ്ങൾ ഈ പ്രാവശ്യം വിജയിച്ചിട്ടുള്ളത് BJPയും NDAയുമാണ്. ഒരുപാട് ഗ്രാമപഞ്ചായത്തുകളുടെ ഭരണം ഈ പ്രാവശ്യം NDAയുടെയും BJPയുടെയും കൈവശം വന്നിട്ടുണ്ട്. ചില മുനിസിപ്പാലിറ്റികൾ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത് ചെറിയ വോട്ടുകൾക്കും ചെറിയ സീറ്റുകൾക്കുമാണ്. അതുകൊണ്ട് ഈ പ്രാവശ്യം അതിശക്തമായിട്ടുള്ള LDF വിരുദ്ധ വികാരം പല സ്ഥലത്തും UDFന് അനുകൂലമായിട്ടുണ്ടായിട്ടും അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് ഒരു മൂന്നാം രാഷ്ട്രീയ ശക്തി എന്നുള്ള നിലക്ക് കേരളത്തിൽ ഞങ്ങൾ വിജയിച്ചിട്ടുള്ളത്. ദേശീയ ജനാധിപത്യ സഖ്യത്തിനെ വിജയിപ്പിച്ച എല്ലാ വോട്ടർമാരോടുമുള്ള നന്ദി ഞങ്ങൾ പ്രകടിപ്പിക്കുകയാണ്. തൃശ്ശൂർ ജില്ലയിൽ കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ ബഹുദൂരം മുമ്പോട്ട് പോകാൻ ഈ പ്രാവശ്യം BJPക്കും NDAയ്ക്കും സാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളുടെ കയ്യിൽ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള പല വാർഡുകളും ഈ ജില്ലയിൽ ഗ്രാമപഞ്ചായത്ത് വാർഡുകൾ തിരിച്ചുപിടിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. LDFും UDFും ഒരുമിച്ച് നിന്ന് ഞങ്ങളെ പരാജയപ്പെടുത്തിയ തിരുവല്ലാമല ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണം വ്യക്തമായ ഭൂരിപക്ഷത്തോടുകൂടി ഞങ്ങൾ തിരിച്ചുപിടിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് സ്വാധീനമുള്ള പഞ്ചായത്തുകളിൽ ഞങ്ങളെ തോൽപ്പിക്കാൻ വേണ്ടി LDFും UDFും ഈ പ്രാവശ്യം ഒന്നിച്ചിടന്നിരുന്നിട്ടുണ്ട്. അതിനെയും അതിജീവിച്ചുകൊണ്ട് മുന്നേറാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തൃശ്ശൂർ ജില്ല ഉൾപ്പെടെ കേരളത്തിലുടനീളം ദേശീയ ജനാധിപത്യ സഖ്യത്തിന് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തിയ എല്ലാവരോടുമുള്ള നന്ദി ഈ സന്ദർഭത്തിൽ പ്രകടിപ്പിക്കുകയാണ്. തൃശ്ശൂർ കോർപ്പറേഷനിൽ കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ കൂടുതൽ സീറ്റുകൾ സമാഹരിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. നിരവധി വാർഡുകൾ ഞങ്ങൾ രണ്ടാം സ്ഥാനത്തെത്തിയിട്ടുണ്ട്. കഴിഞ്ഞ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പുമായി താരതമ്യം ചെയ്യുമ്പോൾ തൃശ്ശൂരിൽ ഞങ്ങൾ മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലത്തിലേക്ക് എത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല. അത് സ്വാഭാവികമായിട്ടും പാർട്ടി പരിശോധിക്കും. അവിടെ CPM കോൺഗ്രസും ഒരുമിച്ച് ചേർന്നുകൊണ്ടാണ് ഞങ്ങൾക്കൊരു സീറ്റ് നഷ്ടമായത്. ഇപ്പോൾ ഈക്വലാണ്. അവിടെ ഞങ്ങളെ തോൽപ്പിക്കാൻ വേണ്ടി ഒന്നിലേറെ വാർഡുകൾ CPM കോൺഗ്രസും പരസ്പര ധാരണയിലെത്തിയെന്ന് ആ വോട്ടിംഗ് പാറ്റേൺ പരിശോധിക്കുമ്പോൾ അറിയാം. ഞങ്ങൾ ഭരിക്കുന്നൊരു പഞ്ചായത്ത് ഞങ്ങൾ തോൽപ്പിക്കാനാണ്. എന്നിട്ടും അതിനെ അതിജീവിച്ചുകൊണ്ടും ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഒറ്റക്കക്ഷിയാകാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഞങ്ങളെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ ശ്രമം ഉണ്ടായിട്ടുണ്ട്. കാരണം തൃശ്ശൂർ നഗരത്തിൽ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ കൈവരിച്ചിട്ടുള്ള വലിയ മുന്നേറ്റം എല്ലാവർക്കും ബോധ്യമുള്ളതാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ജയിക്കാൻ സാധ്യതയുള്ള വാർഡുകളിൽ ഞങ്ങളെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ പരിശ്രമം നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് പ്രാഥമികമായ വിലയിരുത്തൽ. അത് വിശദമായുള്ള പരിശോധനകൾക്ക് വേണ്ടിയാണ് ആര് എവിടെ എങ്ങനെയെന്നൊക്കെ നമുക്ക് വ്യക്തമാവുകയുള്ളൂ. ഇല്ല, നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന പാർട്ടിക്ക് ഒരു ഇന്ധനമായി മാറുകയാണ് ഈ ഫലം. കാരണം ഞാൻ പറഞ്ഞല്ലോ, കേരളത്തിൽ LDF അല്ലെങ്കിൽ UDF ഇതായിരുന്നു. LDFൻ്റെ ഭരണം അവസാനിച്ചാൽ UDF മാത്രമേ ഉള്ളൂ എന്നുള്ളത്. അങ്ങനെയല്ല. കേരളത്തിൽ UDFനും LDFനും ബദലായിട്ട് മറ്റൊരു രാഷ്ട്രീയം കൂടി ഉണ്ട് എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന തെരഞ്ഞെടുപ്പാണ്. അത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് ഏറെ ഗുണകരമാകുന്നൊരു ഫലമാണ് ഇന്ന് വന്നിട്ടുള്ളത്.